ഇപ്പോൾ ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ അയാൾ ജില്ലാതലത്തിൽ കളിച്ചിരിക്കണം. സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ സംസ്ഥാനത്തിൽ കളിച്ചിരിക്കണം. അതിനൊക്കെ ഒരുപാട് ആ നിയമങ്ങളൊക്കെ ഒരുപാട് വെള്ളം ചേർത്തുകൊണ്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനവധി ഇതിനകത്ത് തിരിമറികൾ നടന്നിട്ടാണ് ഈ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. ഈ യോഗ്യതയില്ലാത്ത ഭാരവാഹികളുടേതായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ്മിൻ്റൻ്റേതായ ഒരു പശ്ചാത്തലം അവർക്കില്ല. 2018 അവസാനമായിട്ടൊരു അഖിലേന്ത്യാ ടൂർണമെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം നാളിതുവരെ ആ ഭാഗത്തേക്ക് ആരും ശ്രദ്ധിച്ചിട്ടില്ല. പ്ലെയേഴ്സിൻ്റെ വികാരം ഉൾക്കൊള്ളാൻ, പ്ലെയേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ, പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ശരിയായ വ്യക്തികളാണ് ഇതിനകത്ത് വേണ്ടത്. നമസ്കാരം. എറണാകുളം ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി പരാതി. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പല ക്ലബ്ബുകളും വോട്ട് രേഖപ്പെടുത്തിയതെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളിൽ പലരും യോഗ്യതയില്ലാത്തവരാണെന്നും പരാതി ഉയർന്നിരിക്കുകയാണ്. കളിക്കാരുടെ ഭാവി തുലാസിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ റഫറി മെൽവിൻ മിനോയ് സംസ്ഥാന കായിക മന്ത്രിക്കും സ്പോർട്സ് കൗൺസിലിനും പരാതി നൽകിയിരിക്കുകയാണ്. 2015 നമ്മുടെ സ്പോർട്സ് കൗൺസിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും തന്നെ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനും സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനും പാലിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ അയാൾ ജില്ലാതലത്തിൽ കളിച്ചിരിക്കണം. സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ സംസ്ഥാനത്തിൽ കളിച്ചിരിക്കണം. അതിനൊക്കെ ഒരുപാട് ആ നിയമങ്ങളൊക്കെ ഒരുപാട് വെള്ളം ചേർത്തുകൊണ്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സംസ്ഥാന തലത്തിലുള്ള സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം മുനിസിപ്പൽ കോടതിയിലൊരു കേസ് നിലവിലുണ്ട്. ആ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ജില്ലാതലത്തിൽ പോലും കളിക്കാത്ത ഒരാളാണ്. അനവധി ഇതിനകത്ത് തിരിമറികൾ നടന്നിട്ടാണ് ഈ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് അതിലെ യോഗ്യരായവരല്ല, എല്ലാവരും യോഗ്യരായവരല്ല ഈ ഇലക്ഷൻ്റെ ഭാഗവാക്കായിരിക്കുന്നത്. ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിൽ നടന്ന മെയ് 15 നടന്ന ഇലക്ഷൻ അവിടെ വെച്ച് തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ ചലഞ്ച് ചെയ്തതാണ്. ആ ഇലക്ഷൻ്റെ അന്ന് ഒബ്സർവറായിട്ട് വന്നിരുന്ന എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രതിനിധി ആ ഒബ്ജക്ഷൻ റേസ് ചെയ്യും. ആ ഇലക്ഷൻ ഇപ്പോഴും സാധുവാക്കിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് ഇപ്പോഴും ഒരു സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കേസ് ഇപ്പോൾ എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗ്യതയില്ലാത്ത ഭാരവാഹികളുടേതായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ്മിൻ്റൻ്റേതായ ഒരു പശ്ചാത്തലം അവർക്കില്ല. പലരും ബിസിനസ്സുകാരും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഈ ഔദ്യോഗിക ഭാരവാഹി ആയിരിക്കുന്ന മൂലം അവർക്ക് കിട്ടുന്ന വ്യക്തിപരമായിട്ട് കിട്ടുന്ന മൈലേജ് ഉദ്ദേശിച്ചിട്ടാണ് അവർ കയറിയിരിക്കുന്നത്. ശരിയായ തരത്തിലുള്ള ഒരാളുകൾ ഇരിക്കാത്തതിൻ്റെ ഒരു അവസ്ഥ, അതായത് സംസ്ഥാനത്തിലെ കളിക്കാർ വളരെ ദേശീയ തലത്തിൽ തന്നെ വളരെ പിന്നോക്കം പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. 2018 അവസാനമായിട്ടൊരു അഖിലേന്ത്യാ ടൂർണമെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിനുശേഷം നാളിതുവരെ ആ ഭാഗത്തേക്ക് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊരു കുട്ടി കേരളത്തിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു അഖിലേന്ത്യാ ടൂർണമെൻറ്റ് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിരിക്കുന്ന 7 പേരാണ് പോയിരിക്കുന്നത്. അതിൽ ചില ആളുകൾ മറ്റ് സംസ്ഥാനം പ്രതിനിധീകരിച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നുണ്ട്. 2014 നമ്മൾ സൗത്ത് സോണിൻ്റെ കേരളം സൗത്ത് സോണിൻ്റെ ഭാഗമായിട്ടാണ് കളിക്കുന്നത്. നമുക്ക് സൗത്ത് സോണിലൊരു ടൈറ്റിൽ കിട്ടിയ 2014 അതിനുശേഷം ഒരു ടൈറ്റിൽ പോലും ജയിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കളിക്കുന്ന ആദ്യ കളിയിൽ തന്നെ തോറ്റിട്ട് സെമിയിൽ തോറ്റാൽ 3rd പ്രൈസ് കിട്ടും. ഇവിടെ 4-5 ടീമുകൾ വരുമ്പോഴേക്ക് ഫസ്റ്റ് കളി സെമി ആയിരിക്കും. സെമി തോറ്റോടെ തന്നെ പറയും നമ്മൾ 3rd പ്രൈസ് വിൻ ചെയ്തു എന്ന് പറഞ്ഞു വരും. സെമി തോറ്റ് കഴിഞ്ഞാൽ 3rd പ്രൈസ് കിട്ടും സ്വാഭാവികമായിട്ടും.
എന്നിട്ട് നമ്മുടെ ഇവിടെ പ്രചരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം 3-ാം സ്ഥാനം കരസ്ഥമാക്കി. അങ്ങനെ ഒരു ദയനീയാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതേസമയം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ കളിയെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നല്ല സ്റ്റേഡിയങ്ങളുണ്ട്, നല്ല ഉപകരണങ്ങളുണ്ട്, നല്ല കോച്ചിങ് സെൻറ്റർ നല്ല കോച്ചസ് ഉണ്ട്. കുട്ടികൾക്ക് വ്യക്തമായ ഒരു ഐഡിയയോട് കോച്ചിങ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല. ഓരോ ജില്ലയിലും ഒരുപാട് കോച്ചസ് ഉണ്ട്. ഇതിൽ എത്ര കോച്ചസ് ഈ കോച്ചിങ്ങിന് അർഹരായിട്ടുള്ളവരാണെന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. എൻ്റെ ഈ കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ ഒരു പരിചയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് അർഹരായിട്ടുള്ളവർ വളരെ ചുരുക്കം പേരാണ്. അതുപോലെ തന്നെ എൻ്റേതായ മേഖല, ഞാൻ ടെക്നിക്കൽ സൈഡിലാണോ ഉണ്ടായിരുന്നത്, ഞാൻ നാഷണൽ റഫറി ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ടെക്നിക്കൽ സൈഡ് അറിയാം. ആ രംഗത്തെ അവസ്ഥ വളരെ മോശമാണ്. അതായത് ഒരു അമ്പയറിങ്ങിൻ്റെ രംഗത്താണെങ്കിലും റഫറി ആണെങ്കിലും അവരുടെ നോഹൗ ഒന്ന് ബിൽഡപ്പ് ചെയ്യണമെന്നോ അവരുടെ സ്റ്റാൻഡേർഡ് ഒന്ന് കൂട്ടണമെന്നോ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഇല്ല, ആത്മാർത്ഥമായിട്ടുള്ള യാതൊരു ശ്രമവും ഇല്ല. ഇവിടെ റഫറി ആയിട്ടൊക്കെ ആളുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനോ അവരുടെ എന്തെങ്കിലും വർഷമോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലൊരു ക്ലിനിക്ക് നടത്തിയിട്ട് അവർ കളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെ അമ്പേഴ്സിനെ വരുമ്പോൾ ഓരോരോ പ്രത്യേക ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർക്കൊരു അവബോധം ഇത് കൊടുക്കാനായിട്ട്, ഒരു അപ്ഡേഷൻ കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല ലെവലിൽ വരുന്നുണ്ട്. അണ്ടർ 11 മുതൽ ഇപ്പോൾ 75+ വരെ വരുന്നുണ്ട്. ഈ 35+ മുതൽ 75+ വരെ ഒരുപാട് കളിക്കാരുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റേർഡായിട്ടും അല്ലാതെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1000-1500 കൂടുതൽ പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു ദുഃഖകരമായൊരു വസ്തുത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പുതിയതായിട്ട് വരുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ അതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും പേരൻസിന് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ന്യായമായിട്ട് അവർക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ അവർക്കത് ചോദിക്കാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവനെതിരെ എന്താണ് പ്രതികാര നടപടികൾ വരിക എന്നുള്ളതാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അലട്ടുന്ന പ്രശ്നം. എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിൻ്റെ പുറത്ത് അവനെ ടീമിൽ നിന്ന് കളയാം. ഇവിടെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ഭാരവാഹിയെ ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യമായ മറുപടി കൊടുക്കാനോ ആ ഫോൺ എടുക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലേഡി പേരൻ്റ് അവരുടേതായൊരു ദുഃഖം പങ്കുവച്ചതാണ്. ഇങ്ങനെ അപൂർവങ്ങളായിട്ടുള്ള ആളുകളെ പങ്കുവയ്ക്കാറുള്ളത്. അവർ വയ്ക്കും ഫോൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം തിരക്കായിരിക്കാം. അത് കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്ത് ഒരു മിസ് കോൾ കണ്ടാൽ തിരിച്ചെടുത്തൂടെ. ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ലേ വിളിക്കണത്. ഇപ്പോൾ ജൂനിയർ ലെവലിലായാലും സീനിയർ ലെവലിലായാലും സബ് ജൂനിയർ ലെവലിലായാലും ഒരു വർഷം 2 റാങ്കിങ് ടൂർണമെൻറ്റ് ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതാണ് ഈ സംസ്ഥാനത്ത്. ഈ ടൂർണമെൻറ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിക്കാറുണ്ട്, ഈ ഭാരവാഹികളെ വിളിക്കാറുണ്ട്. എല്ലാ 14 ജില്ലയിലും ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി റാങ്കിങ് ടൂർണമെൻറ്റ് നടക്കാറുണ്ട്. ഈ പല കാറ്റഗറിയിലായിട്ട് അണ്ടർ 11 ആയാലും അണ്ടർ 13 ആയാലും 15-17 ആയാലും അണ്ടർ 19 ആയാലും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ 35+ ആയാലും 35+ എന്ന് വെച്ചാൽ 75+ വരെ ഉണ്ട്. ആ കാറ്റഗറിയിലെല്ലാം പല ടൂർണമെൻറ്റും പലയിടത്തും നടക്കാറുണ്ട്. ഇവരെ ഒരു ഭാരവാഹിയായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അവരെ ഒരു ഇലക്ഷനിൽ നിന്ന് സ്വമേധയാ ഒരു ഇലക്ഷനിൽ നിന്നിട്ടാണ് ആ ഔദ്യോഗിക സ്ഥാനത്തേക്ക് വരുന്നത്. ആ ഔദ്യോഗിക സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തി അവരുടെ സർവീസ് ഈ കളിക്കാർക്ക് അല്ലെങ്കിൽ കളിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കാമെന്നുള്ള ഒരൊറ്റ ധാരണയുടെ പുറത്താണ് അവർ ആ സ്ഥാനങ്ങളിൽ വരുന്നത്. അല്ലാതെ നമ്മളവിടെ ഒരാളെ നിങ്ങൾ ഇരുന്നോ എന്ന് പറഞ്ഞ് നമ്മൾ പെയ്ഡ് സ്റ്റാഫായിട്ട് ഇരുത്തുകയല്ല ചെയ്യുന്നത്. അവർ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായൊരു മറുപടി പോലും കൊടുക്കാനോ അതിലുള്ള ഒരു വിവരമോ അതിനെ പറ്റി എന്തെങ്കിലും ഒരു ജ്ഞാനവും ഇല്ലാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ഇതിന് മാറ്റം വരണം. സമൂലമായിട്ട് ഇതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾ ഈ രംഗത്ത് വരണം. നമുക്ക് വേണ്ടത് ഒരു പ്ലെയേഴ്സിൻ്റെ വികാരം ഉൾക്കൊള്ളാൻ, പ്ലെയേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാൻ,
പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ശരിയായ വ്യക്തികളാണ് ഇതിനകത്ത് വേണ്ടത്. അവർക്ക് അതിനകത്ത് കളിക്കാൻ സൗകര്യം കൊടുക്കണം, അവരെ നല്ല പരിശീലകർ വേണം, നല്ല സൗകര്യങ്ങൾ വേണം, താമസ സൗകര്യങ്ങൾ വേണം, നല്ല രീതിയിലുള്ള ഷട്ടിൽസ് വേണം, അവരുടെ ട്രെയിനിങ്ങിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് വേണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിൽ ചെയ്തു കൊടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യപ്രാപ്തിയുള്ള ടെക്നിക്കൽ ഒഫീഷ്യൽസ് വേണം, അമ്പയർമാർ വേണം, റഫറിമാർ വേണം. ഇതിനു പകരം ഇവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യവും ഇല്ല, കാണിക്കുന്നില്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടോ പീഡിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും നിലയിൽ അവിടെ ഏതെങ്കിലും അനർഹമായ സ്ഥാനങ്ങളിൽ കയറി പറ്റുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഈ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന കോർട്ടിൽ രാവിലെയും വൈകുന്നേരവും കഷ്ടപ്പെടുന്ന ഇവിടുത്തെ കളിക്കാരാണ്. ശരിയായ രീതിയിൽ ആ ഗെയിം, ഇപ്പോൾ ബാഡ്മിൻ്റൺ ആണെങ്കിൽ ബാഡ്മിൻ്റൺ, മറ്റ് ഗെയിമാണെങ്കിൽ മറ്റ് ഗെയിം, ആ ഗെയിമിന് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ സ്ഥാനങ്ങളിൽ വന്നിരുന്ന് അതിനെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഇതിന് പുരോഗതി ഉണ്ടാവുള്ളൂ.